മലബാറിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിനോദമാണ് ഫുട്ബോൾ. അത് നമുക്കെല്ലാവർക്കും അറിയാം. കോഴിക്കോടും മലപ്പുറവും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഫിഫ സ്റ്റാൻഡേർഡോടു കൂടിയുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇത്തരത്തിലൊരു സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള രൂപരേഖ തയ്യാറാക്കാൻ കേരള സ്പോർട്സ് ഫൗണ്ടേഷന്, അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഏൽപ്പിക്കുകയും 750 കോടി രൂപ ചെലവിൽ അത്തരത്തിലൊരു സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് അവർ തയ്യാറാക്കി നൽകി. ഈ സ്റ്റേഡിയം നിർമ്മിക്കാൻ ആവശ്യമായുള്ള സ്ഥലം നൽകണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് കായിക വകുപ്പിൽ നിന്നും കത്തെഴുതുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ 35 ഏക്കർ സ്ഥലം ഈ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിട്ടു നൽകാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. അതിന് ആ സമ്മതപത്രം ബഹുമാനപ്പെട്ട കോഴിക്കോട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് എഴുതി അയച്ചു. എൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് 2 മാസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്യുകയും സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ VC അടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടായില്ല. വീണ്ടും 2 ദിവസങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സിറ്റി സെനറ്റ് സിൻഡിക്കേറ്റിൽ ഇത് ചർച്ച വരികയും സ്ഥലം വിട്ടുതരാൻ നൽകിയിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു സ്റ്റേഡിയമാണ്, ഏറ്റവും എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ സ്റ്റേഡിയത്തിന് സ്ഥലം എന്നുള്ളത് വിട്ടു തരേണ്ടത് വരെയില്ല. ആ സ്ഥലം അനുവദിച്ചാൽ മതി. അവിടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയും കേരള സ്പോർട്സ് കൗൺസിലും അതല്ലെങ്കിൽ ഡയറക്ടറേറ്റ് നേരിട്ട് നടത്തുന്ന ഒരു സ്റ്റേഡിയമാവും. അതിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സ്റ്റേഡിയം പണിയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലുള്ള പ്രവർത്തനങ്ങൾ അത് കായിക വകുപ്പാണ് നിയന്ത്രിക്കുക. എല്ലാ ഭാഗങ്ങളും കേരളത്തിലിപ്പോൾ നമ്മൾ നിർമ്മിച്ച വലിയ 30ഓളം സ്റ്റേഡിയങ്ങൾ, വലിയ സ്റ്റേഡിയങ്ങൾ, ഇപ്പോൾ ജില്ലാ സ്റ്റേഡിയങ്ങളടക്കമുള്ള വലിയ സ്റ്റേഡിയങ്ങളിൽ അങ്ങനെ ഒരു MOUയുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ നടപടികൾ, അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അവരോട് പറയുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ആ സ്ഥലം വിട്ടുതരാത്തത് എന്ന് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം മലബാറിലെ തന്നെ 750 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരാൻ പോകുന്ന ഒരു സ്റ്റേഡിയമാണ്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ നമ്മൾ കണ്ണൂരിൽ മറ്റൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയം കൂടി നിർമ്മിക്കാൻ പണം നീക്കിവെച്ചു. അത് ഏകദേശം 700 കോടി രൂപയിലധികം ആ സ്റ്റേഡിയം നിർമ്മാണത്തിനും വരും. ഇതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തെ ഈ കായിക പ്രവർത്തനങ്ങളുടെ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ സംസ്ഥാനത്തൊട്ടുക്ക് 300 സ്റ്റേഡിയങ്ങൾ നമ്മൾ നിർമ്മിച്ചു. 5000 കോടിയോളം രൂപ ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിച്ച് വരികയാണ്. അപ്പോൾ ഈ കോഴിക്കോട് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ആദ്യ ഗഡുവായിട്ടുള്ള പണം 125 കോടി രൂപ ഇപ്പോൾ സർക്കാർ അനുവദിച്ചു. അതിൻ്റെ ഉത്തരവ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VCക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയാൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. കിഫ്ബിയാണ് ആ ഫണ്ട് നൽകുന്നത്. അപ്പോൾ ഘട്ടം ഘട്ടമായി ബാക്കിയുള്ള പണം കൂടി അനുവദിക്കാമെന്ന് കിഫ്ബിയുടെ CEO നമ്മളോട് പറഞ്ഞിട്ടുണ്ട്.